ഹലോ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഹിന്ദി സൂത്രയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹാത്യോങ്കി രഹഗുസര ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. മക്കളെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇത് ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ കാണാത്തവർ ദേവിദാസ് എക്സ്പ്ലനേഷൻ കണ്ടിട്ട് ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കണേ. ഓക്കെ, അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം എന്താ? സഡക് ഓർ ജംഗൽ കെ ബീച്ച് ഡിവൈഡർ ബനാനെ കാ ഉദ്ദേശ് ക്യാ ഹെ? സടക്ക് എന്ന് പറഞ്ഞാൽ റോഡ്, ജംഗൽ കാട്, കെ ബീച്ച് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക്. എന്തിൻ്റെ? റോഡിൻ്റെയും കാടിനും ഇടയിലായിട്ട് ഡിവൈഡർ ബനാനേക ഉദ്ദേശിക്കാഹെ. എന്തിനു വേണ്ടിയിട്ടാണ് ഡിവൈഡർ നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് ചോദ്യം. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം അല്ലേ, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ആൻസർ നോക്കാം. മനുഷ്യോനെ ജംഗൽ में अपनी सुविधा के लिए सड़कें बनाई. മനുഷ്യോനെ, മനുഷ്യർ, ആൾക്കാർ, ജംഗൽ മേം, കാട്ടിൽ, അപ്നി സുവിധ, സുവിധ സൗകര്യം, അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്, കേലിയെ വേണ്ടി, സൗകര്യത്തിന് വേണ്ടിയിട്ട് റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് അല്ലെ. അവർക്ക് യാത്രയ്ക്കും കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ടാണ് കാട് വഴി റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. സടക്ക് പെർ ജാൻവരോ ഓർ ലോഗോങ്കോ. അപ്പോൾ ആ റോഡിൽ എന്തായാലും ഉറപ്പായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവേണ്ട ചാൻസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ റോഡിൽ മൃഗങ്ങളും ആൾക്കാർക്കും, ഇവർക്ക് രണ്ടു പേർക്കും ദുർഘടനാവോ, അപ്പോൾ ഈ അപകടത്തിൽ നിന്നും ബച്ചാനേക്കേലിയെ, അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഡിവൈഡർ നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം അതിങ്ങനെ ക്രോസ് ചെയ്ത് റോഡിലോട്ടും വരില്ല, ആൾക്കാർ അങ്ങോട്ടേക്കും പോവില്ല, കാട്ടിലോട്ടും അല്ലേ. അപ്പോൾ അതിന് അവരെ വേർതിരിച്ച് ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഡിവൈഡർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ഓക്കെ അല്ലേ. അത് രണ്ടാമത്തെ ചോദ്യം. ബച്ചേ തോ ബച്ചേ ടഹരെ ഇസേ അപ്നെ ക്യാ സമച്ച? കുട്ടികൾ എപ്പോഴും കുട്ടികളായിരിക്കും അല്ലേ. അവരെപ്പോഴും വികൃതിയായിരിക്കും. അവർ ഭയങ്കര സീരിയസ് ആവാറുണ്ടോ? ഇല്ല, അവർ ഭയങ്കര നിഷ്കളങ്കര. അപ്പോൾ കുട്ടികൾ എപ്പോഴും കുട്ടികളായിട്ട് തന്നെ ഇരിക്കും. ഇതുകൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ? ബച്ചേ अपनी मासूमियत और चंचलता के कारण किसी भी स्थिति को लेकर गंभीर नहीं होते. മാസൂമിയത്ത് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത. കുട്ടികൾ അവരുടെ നിഷ്കളങ്കതയും, ചഞ്ചലത എന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കായ്മ. ഒരിക്കലും അവർ അടങ്ങിയിരിക്കില്ല അല്ലേ, എപ്പോഴും വികൃതിയായിരിക്കും, നിങ്ങളെപ്പോലെയല്ലേ. ഓക്കെ, അപ്പം ആ ഒരു അടങ്ങിയിരിക്കായ്മ, അതൊക്കെ കാരണം കിസി ഭി സ്ഥിതിക്കോ ഗംഭീർ നഹി ഹോത്തെ, അവരൊന്നിനെ സീരിയസ് ആയിട്ട് എടുക്കില്ല. ഉൻകാ മൻ, അവരുടെ മനസ്സ്, സിർഫ് കേവലം ഖേൽനേമേ ലഗാ രഹത്താ ഹെ, കളിക്കുന്നതിൽ മാത്രം ഒഴുകിയിരിക്കൽ, എപ്പോഴും കളിക്കുന്ന ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. എഹി വജഹ് ഹേക്കി, വജഹ് കാരണം, ഇതേ കാരണം കൊണ്ട് തന്നെയാണ് വേ ബിനാ കിസി കാരൺ കെ, അവർക്ക് ഒരു കാരണവും വേണമെന്നില്ല, ഒരു കാരണവും ഇല്ലാണ്ട് തന്നെ അവരിങ്ങനെ നടക്കുമല്ലേ. ഒരു സ്ഥലത്ത്, ഏക് ജഗഹ് പർ, ഒരു സ്ഥലത്ത്, ശാന്തി സെ ഘടേ നഹി രഹ് സക്തേ, മിണ്ടാതെ അവർക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല. അവർ ഒരു കാരണവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും അല്ലേ. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടത്. ഈ ആനകളുടെ കൂട്ടം ഇങ്ങനെയുണ്ട്, അതിന് പുറത്ത് ഈ ആനക്കുട്ടികൾ പോകുന്നതിന് കാരണം എന്താണ്? അവർ കുട്ടികളല്ലേ, എപ്പോഴും കുട്ടികളായിട്ടേ ഇരിക്കൂ. അവർക്കറിയാവോ സീരിയസ്നെസ്? ഇല്ല. അവർക്കറിയാവോ റോഡ് ക്രോസ് ചെയ്യുന്നതാണെന്ന്? ഇല്ല അല്ലേ. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ. സർദാർ हाथी ने चारों तरफ एक गोल चक्कर क्यों लगाया? സർദാർ ഹാത്തി ബഡേ ഹാത്തി അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വലിയ ആന എന്തുകൊണ്ടാണ് അതിങ്ങനെ കറങ്ങി നോക്കിയതെന്നാ. അപ്പോൾ ചോദ്യം, അതായത് ചുറ്റും ഇങ്ങനെ നോക്കിയല്ലേ, സേഫ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഗോൾ ചക്കർ ലഗാന എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, മത്ലബ് എന്ന് പറഞ്ഞാൽ പൂരാ അധികാർ ഹോന, കംപ്ലീറ്റ് ആയിട്ട് അധികാരം ഉണ്ടാവുക, അതായത് കംപ്ലീറ്റ് ആയിട്ട് റെസ്പോൺസിബിൾ ആവുക, അധികാരമുള്ളതാവുക എന്നതാണ്. സർദാർ ഹാത്തിനെ പൂരെ ചുണ്ട് കി സുരക്ഷ, സർദാർ ഹാത്തി പൂരെ മുഴുവൻ, ചുണ്ട് കൂട്ടം, ആ മുഴുവൻ ആനകളുടെയും സുരക്ഷയും നിയന്ത്രണത്തിനും വേണ്ടിയിട്ട് ഉൻകെ ചാരോം ഓർ ചക്കർ ലഗായ, അപ്പോൾ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് നാലുപാടും ഇങ്ങനെ നോക്കിയത്. അതിനർത്ഥം കംപ്ലീറ്റ് ആയിട്ട് ഒരു അധികാരം കയ്യിലുണ്ടാവുക എന്നതാണ്. കാരണം അവരുടെ സംരക്ഷണം ഈ ആനയുടെ കൈകളിലാണല്ലേ. ഓക്കെ, താക്കി, അതായത് വ കിസി ബി ഖത്തരേക്കാ സാമന കർണേ കെ ലിയെ തയ്യാർ രഹേ, എന്ത് ഖത്തരെന്ന് വെച്ചാൽ അപകടം, എന്ത് അപകടമുണ്ടെങ്കിലും അതിനെയെല്ലാം സാമനെ കർണ, നേരിടുക, അതിനെയെല്ലാം നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ്, നമുക്ക് നേരിടാൻ തയ്യാറാണ് നമ്മുടെ സർദാർ ഹാത്തി. ഓക്കെ, അപ്പം എൻ്റെ കുട്ടികൾക്ക് അത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അടുത്തത് നോക്കാം. അടുത്ത ചോദ്യം. ഇത്നി സഞ്ജീദഗി और धीरज के साथ अपना फर्ज निभाते
കിസിക്കോ നഹി ദേഖാ താ. ഇത്രയും ധൈര്യത്തോടെ അല്ലെങ്കിൽ ഇത്രയും ക്ഷമയോടുകൂടിയും നന്നായിട്ട് തൻ്റെ കർത്തവ്യം നിറവേറ്റുന്ന ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ലാസ്റ്റ് യാദവേന്ദ്ര പറയുന്നുണ്ട്. കിസി ഇൻസാൻ കോ ബി നഹീം, ഒരു ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ഒരു മനുഷ്യനെയും കണ്ടിട്ടില്ല. ക്യാ ആപ് ഇസ്സേ സഹമത് ഹേ, എന്താ ഈ ഒരു പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ, തീർച്ചയായിട്ടും നമുക്ക് യോജിക്കാൻ പറ്റും അല്ലേ. അപ്പം നമ്മുടെ ഉത്തരം എങ്ങനെ എഴുതേണ്ടത്? ഹാ മേ സഹമത് ഹൂം, അതെ തീർച്ചയായിട്ടും ഞാനിതിനോട് യോജിക്കുന്നുണ്ട്. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ സർദാർ ഹാത്തി, അതായത് ഈ ബഡേ ഹാത്തി, ജിസ് തരഹ് ബിനാ ഥക്കെ, ഥക്കെ എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കുക, ബിന എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന മീനിങ് ആണ്. അപ്പോൾ ബിനാ ഥക്കെ എന്ന് പറഞ്ഞാലോ ക്ഷീണിക്കാതെ അപ്നെ ചുണ്ടിക്ക് രക്ഷാ കർ രഹാ ഹെ, അതിൻ്റെ കൂട്ടത്തെ, അതിൻ്റെ കൂടെയുള്ളവരെ അതിങ്ങനെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അവഹ് ഉസ്കി മഹാനത ഓർ ജിമ്മേദാരിക്കോ ദർശാത്താ ഹെ, ഇത് ആ ആനയുടെ എന്താ ഒരു മഹാനത, മഹാത്മ്യവും, ജിമ്മേദാരി ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി, ഇതിനെയൊക്കെയാണ് ദർശാത്താ ഹെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ആനയുടെ സവിശേഷതയാണ് നമുക്കിതിൽ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം ഞാൻ തീർച്ചയായിട്ടും ഇതിനോട് യോജിക്കുന്നുണ്ട് എന്ന് നമുക്ക് ആൻസർ എഴുതാം. മക്കളെ, അടുത്ത ചോദ്യം സഹി വാക്യ ചുൻകർ ലിഖേ, ഇതിൽ കറക്റ്റായിട്ടുള്ള വാക്യം നിങ്ങളോട് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ നമുക്ക് വായിക്കാം. യുവകനെ ഹാത്തിയോം കാ വീഡിയോ ബനായ, കറക്റ്റാണോ? ശരിയാണല്ലേ. ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് യുവാവ് എന്ത് ചെയ്തിട്ടുണ്ട്? ആനകളുടെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ടിക്ക് മാർക്ക് ചെയ്യാം, ശരിയാണ്. ഓക്കെ, അടുത്തത് ഹത്തിനി ഓർ ഛോട്ടെ ബച്ചേനെ ആസാനി സെ ഡിവൈഡഡ് പാർക്ക് കിയ. ഹത്തിനി, ഈ ആനയും, ഛോട്ടെ ബച്ചെ, ചെറിയ ആനക്കുട്ടിയും, ആസാനീസെ, എളുപ്പത്തിൽ, ഡിവൈഡർ ക്രോസ് ചെയ്തു. ശരിയാണോ തെറ്റാണോ? തെറ്റാണല്ലേ. അപ്പം നമ്മുടെ അടുത്ത ചോദ്യം, എന്തുകൊണ്ടായിരിക്കും അത് തെറ്റായത്? ഇവിടെ ഛോട്ടെ ബച്ചെ എന്നാണ് പറയുന്നത്. ബഡേ ബച്ചെ എന്നായിരുന്നെങ്കിൽ നമുക്കത് ശരിയാണെന്ന് പറയാം അല്ലേ. പക്ഷെ ഛോട്ടെ ബച്ചെ എളുപ്പത്തിൽ ക്രോസ് ചെയ്തിട്ടില്ല, അത് അവിടെ അകപ്പെട്ടു പോയി, പിന്നീട് അമ്മ വന്ന് രക്ഷപ്പെടുത്തി. അപ്പം അത് തെറ്റാണ്. അടുത്തത് നോക്കിക്കേ. ബച്ചോം കി സുരക്ഷ കെ ലിയെ ഹാത്തിയോം നെ ചുണ്ട് ബനായ. ബച്ചോം, കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഹാത്തിയോം, ഈ ആനകൾ ചുണ്ട് ബനായ, കൂട്ടം ഉണ്ടാക്കിയത് അല്ലേ. ശരിയല്ലേ? അതെ, അപ്പം നമുക്കത് ശരിയാണ്. ബച്ചോം കി സുരക്ഷ കെ ലിയെ. ഓക്കെ, അടുത്തത് നോക്കിക്കേ. സർദാർ ഹാത്തിനെ അപ്നെ കുൻബേക്കോ സുരക്ഷിത് രഹ. സർദാർ ഹാത്തി എന്ന് പറഞ്ഞാൽ ആ വലിയ ബഡേ ഹാത്തി അല്ലേ, തൻ്റെ കുൻബേ, കുടുംബത്തിനെ സുരക്ഷിതമായി തന്നെ വച്ചു. സുരക്ഷ ഇങ്ങനെ നോക്കുമായിരുന്നു. അത് ശരിയല്ലേ? ശരിയാണ്, നമ്മൾ ചാപ്റ്ററിൽ കണ്ടതാണ് അല്ലേ. അടുത്ത് കുൻബ പാനി പീനെ കെലിയെ ചൊല ഗയ. കുൻബ ഫാമിലി, കുടുംബം, പാനി വെള്ളം, പീന കുടിക്കുക, വെള്ളം കുടിക്കാൻ, കേലിയെ വേണ്ടി, വെള്ളം കുടിക്കാൻ വേണ്ടി പോയി. അത് നമ്മൾ പഠിച്ചതല്ലേ, ഇവർ ഗംഗാ നദീ തീരത്തേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് പോയത്. അതും ശരിയാണ്. അടുത്ത നോക്കിക്കേ. സർദാർ ഹാത്തി ചുണ്ടിസെ അലഗ് ചലാ ഗയാ. സർദാർ ഹാത്തി, ബഡേ ഹാത്തി, ഈ കൂട്ടത്തിൽ നിന്നും അവർ മാറിപ്പോയി എന്നാണ്. സർദാർ ഹാത്തി അങ്ങനെ മാറിപ്പോയോ? ഇല്ല, കൂടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം അത് തെറ്റാണ്. അതുകൊണ്ടല്ലേ അത് തെറ്റ്. അതെ, അപ്പം അത് തെറ്റാണ്. ഓക്കെ അല്ലേ? ബാക്കി 4 ശരിയാണ്. അപ്പം നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. രേഖാങ്കിത എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ശബ്ദമാണ്. അത് വേർഡ് നോക്കാനാ. കേരൾ ഓർ തമിഴ്നാടു കി സീമാ പർ ബസെ ജംഗൽ കി ബാത് ഹെ. കേരളവും തമിഴ്നാടും ആ ഒരു അതിർത്തി, ബോർഡറിലുള്ള ഒരു കാട്ടിലെ കാര്യമാണ് ഈ പറയുന്നത്. അടുത്തത് ഹത്തിനി और इसका बड़ा बच्चा आसानी से डिवाइडर पार कर गए. ഈ ഹത്തിനിയും അതിൻ്റെ വലിയ കുട്ടിയും പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ ഡിവൈഡർ ക്രോസ് ചെയ്തു എന്നാണ്. മക്കളെ, ഇതിൽ അടിവരയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഓവറാണല്ലേ. അപ്പോൾ അതെന്താ അതിൻ്റെ പ്രത്യേകത? और एक योजक है जो शब्दों को जोड़ता है. വേർഡ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു കണക്റ്റീവ് വേർഡ് എന്ന് പറയാം അല്ലേ. കണക്റ്റ് ചെയ്യുന്നതാണ് ഈ അവർ എന്ന് പറയുന്നത്. കണക്റ്റിംഗ് വേർഡാണ് അവർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. എക്സാമ്പിളാണ് രാം ഓർ ശ്യാം ഖേൽ രഹാ ഹെ. രാമനും ശ്യാമും കളിക്കുന്നു. മുझे ചായ് ഓർ കാഫി പസന്ത് ഹെ. എനിക്ക് ചായയും കോഫിയും ഇഷ്ടമാണ്. ഹാത്തി ഓർ ഉസ്കാ കുൻബ. ഹാത്തിയും അതിൻ്റെ കുടുംബവും സുരക്ഷിതരാണ്. ഇതല്ലേ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ആൻഡ് ഉപയോഗിക്കില്ലേ. രാമു ആൻഡ് രവി അല്ലേ, ടീ ആൻഡ് കോഫി. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ആൻഡ് എന്ന മീനിങ് ആണ് രാമനും ശ്യാമും, അല്ലെങ്കിൽ രാമനും സീതയും. അപ്പോൾ ആ എന്ന് പറയുന്ന രീതിയിൽ വരുന്ന ഒരു കണക്റ്റിംഗ് വേർഡാണ് അവർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? 2 വേർഡ്സിനെ തമ്മിൽ നമ്മൾ കണക്റ്റ് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് വേർഡാണ് അവർ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം.
ചിത്ര ദേഖേ നമൂനയ്ക്ക് അനുസാർ സൂചനാപഡ്. ഒരു സൂചനാപഡാണ് കേട്ടോ നമുക്കിവിടെ തന്നിട്ടുള്ളത്. നിങ്ങളോട് ആ ചിത്രം നോക്കിയിട്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ നമുക്ക് അവർ തന്നിട്ടുണ്ട്. ഹാത്യോം കെ സടക്ക് പാർ കർണേക്ക് ജഗഹ് ഹെ. ഇതെന്താണ്? ആനകൾ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സാവധാനം വളരെ സ്ലോയിൽ പോവാനാണ് പറയുന്നത്. ഓക്കെ, അത്. അപ്പോൾ രണ്ടാമത്തെ നോക്കിക്കേ മക്കളെ, ഇതെന്താ? തീ അല്ലേ? തീ ഇവിടെ പാടില്ല എന്നല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആഗ് ജലാന മനാഹെ. തീ ഇവിടെ കത്തിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. മനാഹെ എന്ന് പറഞ്ഞാൽ നിരോധിക്കുക, പ്രൊഹിബിറ്റ് ചെയ്യുക, നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത സൂചനാ ബോർഡ് നോക്കിക്കേ. പ്ലാസ്റ്റിക് അല്ലേ? പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട്, ആ ഒരു മീനിങ്ങിലാണ്. അപ്പം യഹാ പ്ലാസ്റ്റിക് പ്രതിബന്ധിത് ഹെ. പ്രതിബന്ധിത് എന്ന് പറഞ്ഞാലും പ്രൊഹിബിറ്റഡ് ആണ്. ഇവിടെ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് പ്രതിബന്ധിത് ഹെ. അടുത്തത് നോക്കിക്കേ, ഇതെന്താ? ഇത് മൃഗമാണ് അല്ലേ? ഏതോ ഒരു ജാൻവറാണ്. ഇത് ആരുടെയോ കൈകളല്ലേ? കൈകളിൽ ഇങ്ങനെ ആഹാരം കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ? മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? ജാൻവരോങ്കോ ഖാന ഖിലാന മനാഹെ. ജാൻവരോ മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അടുത്തത് നോക്കിക്കേ, കണ്ടോ? മുന്നോട്ടുള്ള ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് അതിനെ വെട്ടിയിട്ടേക്കാം. അപ്പോൾ അതിനർത്ഥം എന്താ? മുന്നോട്ട് പോകുന്നത് നിരോധിച്ചിട്ടുണ്ട്. ആകെ ജാന മനാഹെ. മുന്നോട്ട് പോകുന്നത് നിരോധിച്ചിരിക്കുന്നുണ്ട്, അങ്ങോട്ട് പോകാൻ പാടില്ല അല്ലേ? പോകാനായിട്ട് പാടില്ല എന്ന മീനിങ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതും ഓക്കെയാണ്. അടുത്തത് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് വിവരൺ തയ്യാർ കരെ. ഒരു വിവരണം തയ്യാറാക്കാനാണ്. എന്തിനെയാ? ആം ഫി യാത്രാക്കെ ദൗറാൻ ऐसे കൈ ദൃശ്യ ദേഖേ ഹോഗെ. നിങ്ങളും എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? യാത്രയായാലും ശരി, അല്ലാതെ ആയാലും ശരി. ऐसे കിസി ദൃശ്യ കാ വിവരൺ തയ്യാർ കരെ. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ദൃശ്യത്തിൻ്റെ വിവരണം തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. മക്കളെ ശ്രദ്ധിക്കണേ, നമ്മളൊരു വിവരണം തയ്യാറാക്കുമ്പോൾ അതിൽ എന്തൊക്കെ വേണം? ശീർഷക് വേണം, ഹെഡിങ് വേണം. അത് എപ്പോഴും നിർബന്ധമാണ് കേട്ടോ. ഒരു ലേഖനം, നിബന്ധ, എസ്സേ ഒക്കെ എഴുതുമ്പോൾ നമ്മളൊരു ഹെഡിങ് കൊടുക്കുക. സ്ഥാൻ കാ ഉല്ലേഖ്. സ്ഥാനം അവിടെ സൂചിപ്പിക്കണം. ഘടന കാ വർണ്ണൻ. എന്താ ഒരു ഇൻസിഡൻ്റ് എന്ന് നന്നായിട്ട് പറയുക. ആ ഒരു സ്ഥലത്തിൻ്റെ വിശേഷതകൾ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ആൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. നിങ്ങളുടെ അനുഭവങ്ങൾ വെച്ചിട്ട് ഞാനിവിടെ ചെറിയൊരു എക്സാമ്പിൾ പോലെ നിങ്ങൾക്ക് തന്നതേ ഉള്ളൂ കേട്ടോ. മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതുകയാണെങ്കിൽ ഓക്കെയാണ്, സ്വന്തമായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാനൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്താ? സടക് കിനാരേക്ക നൻഹാ രക്ഷകൻ. ആ റോഡിൻ്റെ അരികിലുള്ള ഒരു ചെറിയ രക്ഷകൻ എന്നാണ് ഞാൻ എൻ്റെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാ? എഹ് ദൃശ്യ മേരെ ഘർ കെ പാസ് വാലെ നാലേ കെ കിനാര കാ ഹെ. ഈ ദൃശ്യം എവിടെ നടക്കുന്നത്? എൻ്റെ വീടിനടുത്തുള്ള ഒരു ചെറിയൊരു തോട്, അവിടെ അതിൻ്റെ തീരത്തായിട്ടാണ് ഈ ദൃശ്യം നടക്കുന്നത്. ജബ് മേ ഷാം കോ ടഹൽ രഹാ ഥാ. ടഹൽന നടക്കുക. ഞാൻ വൈകുന്നേരം, ഞാൻ എന്ന രീതിയിലല്ലേ നമ്മൾ എഴുതുള്ളൂ. കാരണം ഞങ്ങൾ നമ്മുടെ അനുഭവം എഴുതുന്നതല്ലേ, അതുകൊണ്ടാണ് മൈം എന്നും ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൈകിട്ട് ഇങ്ങനെ നടക്കാൻ പോവായിരുന്നു. മേനെ ദേഖാക്കി. ഞാൻ കണ്ടു. എന്താ? എക്ക് ചോട്ടാസ ബില്ലിക്ക ബച്ച. കിച്ചൺ ബില്ലിക്ക ബച്ച. ഒരു പൂച്ചക്കുഞ്ഞ്, ചെറിയ പൂച്ചക്കുഞ്ഞ് നാലിക്കെ പാസ് ഫംസ ഹുവാ ഥാ. ആ തോടിനരികിൽ ഇങ്ങനെ അകപ്പെട്ടു പോയി. ഓർ ടൺ സെ കാം രഹാ ഥാ. അവിടെ ഭയങ്കര ആ നനവല്ലേ, അപ്പം ഭയങ്കരമായിട്ട് വിറയ്ക്കും അല്ലേ? തണുപ്പ് കൊണ്ട് ഇങ്ങനെ വിറയ്ക്കുകയായിരുന്നു. കാമ്പ് രഹന, വിറയ്ക്കുക. തവി വഹാമേക്ക് ബഡി പാൽത്തു ബില്ലി ആയി. അപ്പം അവിടെ വലിയ ഒരു പൂച്ച വന്നു. ഉസ്നെ ബഹുത് സി പ്യാർ സെ ഉസ് ഛോട്ടെ ബച്ചെ കോ അപ്നി ഗർദൻ സെ പകട. ആ വലിയ പൂച്ച വളരെ സ്നേഹത്തോടെ ആ കുഞ്ഞു പൂച്ചക്കുട്ടീനെ ഇങ്ങനെ കഴുത്തിൽ പിടിച്ചു. കഴുത്തിൽ ഇങ്ങനെ കടിച്ചല്ലേ പിടിക്കുന്ന പൂച്ചക്കുട്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, और उसे सड़क के किनारे एक सुरक्षित और सूखी जगह पर ले गई. എന്നിട്ട് സടക്ക് കെ കിനാരെ, റോഡിൻ്റെ തീരത്ത്, ഒക്കെ സുരക്ഷിത്, ഒരു സുരക്ഷിതമായ, സൂഖി, ആ നനവൊന്നുമില്ലാത്ത ഒരു ഉണങ്ങിയ പ്രദേശത്തേക്ക് കൊണ്ടുപോയി വച്ചു. ഉസ്നെ ഉസെ ചാട്ട് കർ സാഫ് കിയ. ഈ അമ്മ പൂച്ച അല്ലെങ്കിൽ വലിയ പൂച്ച ആ കുഞ്ഞു പൂച്ചക്കുട്ടീനെ നന്നായിട്ട് ഇങ്ങനെ വൃത്തിയാക്കി. അവർ അപ്നെ ശരീരക്ക് ഗർമി സെ ഉസെ സുലാ ദിയ. എന്നിട്ട് എന്ത് ചെയ്തു? കുറച്ച് ചൂട് അതിന് കൊടുത്തു, ഇങ്ങനെ ചേർത്ത് വെച്ചു. ഇതിങ്ങനെ കണ്ടു കേട്ടോ. അപ്പോൾ ഈ ദൃശ്യം ദേഖർ, ഈ ദൃശ്യം കണ്ടിട്ട് ഏസാ ലഗ, എനിക്കിങ്ങനെ തോന്നി. എങ്ങനെയാ? ജൈസെ ജാൻവർ ഫി ഏക് ദൂസരെ കാ ദർദ് സമജ്തേ ഹൈ. എന്താ? മൃഗങ്ങൾക്കും മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതും നല്ലൊരു അനുഭവമായിരുന്നു. ഓക്കെയാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കിക്കേ മക്കളെ. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അല്ലേ? ഏക്ക് എന്ന് പറഞ്ഞാൽ 1, ഏക് സൗ 100. അപ്പോൾ നിങ്ങൾ അങ്ങനെ സൗ ചേർത്ത് എഴുതാനും ഇപ്പുറത്ത് അതിന് നമ്മൾ അക്ഷരത്തിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്, നമ്പേഴ്സായിട്ട് എഴുതാൻ. ഓക്കെ, ദോ എന്ന് പറഞ്ഞാലോ? ദോ സൗ. അപ്പോൾ അത് 200, 200.
തീൻ എന്ന് പറഞ്ഞാൽ 300 300, ചാർ എന്ന് പറയുമ്പോൾ 400 400. അങ്ങനെ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് എഴുതണേ. 10 വരുമ്പോൾ നമ്മൾ 10 എന്ന് പറയില്ല, പകരം എന്താണ് അത് 1000 അല്ലേ, 1000 അല്ലേ, അപ്പോൾ 1000. 10ന് 10 എന്ന് പറയുമോ? ഇല്ല. നമ്മൾ 1000ന് എന്തെന്നാ പറയുന്നത്? 10 എന്ന് പറയില്ല, 1000 എന്ന് പറയാം അല്ലേ. അപ്പോൾ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് എളുപ്പമല്ലേ എഴുതാനായിട്ട്. 700 800 900 ഇത്ര എഴുതുക. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതോടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മക്കൾ ഇത് നന്നായിട്ട് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.